ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് SSLC +2 പരീക്ഷകളിൽ നിന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ എനിക്ക് SSLC മക്കളോടാണ് ഇന്ന് നമ്മൾ ഒരു പക്ഷേ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം പഠിച്ച ഒരു സ്കൂളിൽ നിന്ന് ഒരു പബ്ലിക് എക്സാം എഴുതി നമ്മൾ കൂട്ടുകാരെയും ടീച്ചർമാരുടെയൊക്കെ വിട പറഞ്ഞ് ഒരു ആഹ്ലാദത്തോടെ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ദുഃഖത്തോടെയൊക്കെ പടിയിറങ്ങുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിളായിട്ടുള്ള ഒരു ഡേ തന്നെയായിരിക്കും ഇന്ന്. സ്കൂളിൽ നിന്ന് നമ്മൾ ഇനി തൊട്ട് നമ്മൾ ആ സ്കൂളിലല്ലായിരിക്കും പഠിക്കുന്നത്. ഹയർ സെക്കൻഡറി ഇല്ലാത്ത ചില സ്കൂളുകളുണ്ടല്ലോ, അവരുടെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. 10 വരെയൊക്കെയുള്ള സ്കൂളുകളുണ്ടല്ലോ. അപ്പോൾ അവരവിടെ നിന്ന് പടിയിറങ്ങി ഇനി കൂട്ടുകാരെ കാണുമ്പോൾ അവരെല്ലാം പല വഴിക്കായി പോകും. നമ്മളിനി അല്ലെങ്കിൽ ചങ്ക്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. മറ്റുള്ളവർക്കൊന്നും ഇത് ബാധിക്കില്ല കേട്ടോ. നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. എന്തായാലും എങ്ങനെയാണ് ഇനി നമ്മൾ കാണാൻ കഴിയുമോ, ഇനി നമ്മൾ പല ഗ്രൂപ്പ് എടുത്ത് പല സ്കൂളുകളിലേക്ക് പോയില്ലേ എന്നൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടാവും. എങ്കിലും നമ്മൾ ഫ്രണ്ട്സല്ലേ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വച്ചിട്ട് കാണാം. എന്നാലും ആ ഒരു ഒരുമിച്ചിരിക്കുന്ന സമയങ്ങൾ, ഒരുമിച്ച് കളിച്ച സമയം, ഒരുമിച്ച് പഠിച്ച് ഒരേ സിലബസ് പഠിച്ചു തീർത്ത് നമ്മൾ പബ്ലിക് എക്സാം എഴുതി എത്ര പെട്ടെന്നാണ് ഇതൊക്കെ കടന്നു പോയെന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്ത് തന്നെ ആയാലും നമ്മൾ റിയാലിറ്റിയോട് പൊരുത്തപ്പെടണം. നമ്മളൊരു വലിയ എക്സാം എഴുതി കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു? ബയോളജി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ബയോളജി എക്സാമിനെ കുറിച്ചൊരു മിക്സഡ് പ്രതികരണമാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ലഭിച്ചത്. ചില കുട്ടികൾക്ക് എളുപ്പമായിരുന്നതും ചില കുട്ടികൾക്ക് കുഴപ്പമില്ല എന്നൊരു റെസ്പോൺസാണ് ഞാൻ കൂടുതലായി കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നന്നായിട്ട് എഴുതാൻ പറ്റുമോ? A+ പ്രതീക്ഷിച്ച കുട്ടികൾക്ക് A+ കിട്ടുമോ? അത് A ആണോ കിട്ടുന്നത്? അപ്പോൾ നിങ്ങളുടെ മാർക്കുകൾ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയോ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നോ എന്നൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്താണ്, അടിച്ച് പൊളിക്കാൻ പോകുമായിരിക്കും അല്ലേ എല്ലാവരും. ഇത്രയും ദിവസത്തെ ഒരു ടെൻഷൻ റിലീഫ്, എല്ലാവരും വന്ന് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങുക. കളിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കളിക്കാൻ പോവാം, എൻജോയ് ചെയ്യാം. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ഭയങ്കര റിലീഫിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ +1 കടന്നു ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു ഡബിൾ ടെൻഷനായിട്ടായിരിക്കും നമ്മൾ കയറി ചെന്നത്. എന്ത് തന്നെയായാലും നമ്മൾ ആ മൊമെൻ്റ് എന്ന് പറയുന്ന കണക്ക് ആ നിമിഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു, രക്ഷകർത്താക്കൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം. കുട്ടികളെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, ആഘോഷ പ്രകടനങ്ങളൊന്നും നടത്താൻ പാടില്ല. പോലീസിനെയൊക്കെ സ്കൂൾ പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളുമാരൊക്കെ നേരത്തെ തന്നെ വീട്ടിലെത്തി കാണും, വന്ന് ഫോണൊക്കെ നോക്കിക്കാണും. ബയോളജി പരീക്ഷ എങ്ങനെ ഉണ്ടെന്ന് പറയുക. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. ഇന്ന് നിങ്ങളെല്ലാം ആഹ്ലാദിക്കൂ, സന്തോഷിക്കൂ. റിലീഫായിട്ട് മൊബൈലിനോടൊക്കെ കുറച്ച് നേരത്തേക്കൊന്ന്, അതായത് നമ്മൾ ലൈവൊക്കെ കണ്ട് ആകെ ക്ഷീണിച്ചിരിക്കുന്നൊരവസ്ഥയായിരിക്കും. നമുക്ക് ഗെയിമോ കളിക്കാനോ മറ്റ് ആക്ടിവിറ്റീസോ റീൽസ് കാണാനോ ഒന്നും വീട്ടിലാരും സമ്മതിച്ചിട്ടുണ്ടാവില്ല. ഇനിയൊക്കെ നമ്മളുടെ കയ്യിലേക്ക് അതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വരും. എന്ത് തന്നെയായാലും നിങ്ങൾ അതൊക്കെ കുറച്ച് കണ്ട് എൻജോയ് ചെയ്തോളൂ. കൂടുതലാവരുത്, ഒന്നും കൂടുതലാവാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എന്തായാലും നല്ല എൻ്റർടൈൻമെൻറ്റ്, നല്ല ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. തുടർന്ന് വീഡിയോകൾ ഉണ്ടാകും. നിങ്ങളുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിലെ വീഡിയോയിൽ ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ തുടർന്ന് ഈ ചാനൽ കാണുക. നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.